വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൂപ്പ് അഥവാ റിപ്പീറ്റ് ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് അഥവാ റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. വൺ ഇസ് കോൾഡ്, ഇതിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആക്കി തിരിക്കാം. വൺ ഇസ് കോൾഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. The other one is called entry control loop. Exit control loop, entry control loop എന്ന് controlled ആണ്. Exit controlled ആണ് കേട്ടോ. This is exit controlled. ഡബിൾ എൽ ഉണ്ട്. controlled loop ആൻഡ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കാം. ഉദാഹരണമായിട്ട് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള അൽഗോരിതം എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എഴുതുക? വിൽ റൈറ്റ് ലൈക്ക് ദിസ്, റൈറ്റ്? 1 ഈസ് സ്റ്റാർട്ട് അല്ലേ, 2 i ഈസ് ഈക്വൽ ടു 1, 3 പ്രിൻ്റ് i, step 4 I is equal to I plus 1, step 5 repeat steps 3, 4 while I less than or equal to 10, step 6 stop. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ അൽഗോരിതം എഴുതുക. 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള അൽഗോരിതമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇതേ അൽഗോരിതത്തെ വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം. അതിങ്ങനെയാണ്: സ്റ്റാർട്ട് 2 i is equal to 1, 3 repeat steps 4, 5 while I less than or equal to 10, step 4 print I, step 6 5 I is equal to I plus 1, step 6 stop. ഈ രണ്ട് അൽഗോരിതം തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ റിപ്പീറ്റ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഇവിടെ റിപ്പീറ്റ് കൊടുത്തിരിക്കുന്നത് ദാ ഇവിടെയാണ്. ശരിയല്ലേ? ഇത് പറഞ്ഞിരിക്കുന്നത്, ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇൻസ്ട്രക്ഷനും റിപ്പീറ്റ് ചെയ്യാതെ. ആദ്യ ഇൻസ്ട്രക്ഷനാണ് പറയുന്നത് പ്രിൻ്റ് i ഈക്വൽ ടു I plus 1. ഇവിടെ പറയുന്നത് ഈ രണ്ട് ഇൻസ്ട്രക്ഷനും റിപ്പീറ്റ് ചെയ്യാമെന്നാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ്. ഈ രണ്ട് രീതിയിലും ഇത് എഴുതാം, രണ്ടും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യാം അല്ലേ. രണ്ടും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ്? ഐയുടെ വാല്യൂ തുടക്കത്തിൽ എത്രയാണ്? 1 ആണ്. നമ്മൾ പറയുന്നത് എന്താണ്? റിപ്പീറ്റ് സ്റ്റെപ്സ് 4, 5. ഏതാ 4, 5? ഈ രണ്ട് സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക, ഐയുടെ വാല്യൂ 10 ആവുന്നവരെ അല്ലേ. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും? ആദ്യം 1 പ്രിൻ്റ് ചെയ്യും, പിന്നെ ഐയുടെ വാല്യൂ 2 ആവും അല്ലേ. വീണ്ടും പിന്നെ ഇങ്ങോട്ട് തന്നെ വരും, 2 പ്രിൻ്റ് ചെയ്യും, 3 ആവും, 3 പ്രിൻ്റ് ചെയ്യും, 4 ആവും, 4 പ്രിൻ്റ് ചെയ്യും, 5 ആവും, 5 പ്രിൻ്റ് ചെയ്യും, 6 ആവും, 6 പ്രിൻ്റ് ചെയ്യും, 7 ആവും അല്ലേ. 7 പ്രിൻ്റ് ചെയ്യും, 8 ആവും, 8 പ്രിൻ്റ് ചെയ്യും, 9 ആവും, 9 പ്രിൻ്റ് ചെയ്യും, 10 ആവും അല്ലേ. 10 പ്രിൻ്റ് ചെയ്യും, ഇത് 11 ആവും, 11 ആകുമ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആവും, സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യും. ഈ രണ്ട് സംഭവവും ഒരേപോലെയാണ് വർക്ക് ചെയ്യുക ഒറ്റ നോട്ടത്തിൽ. പക്ഷേ അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും.
സോ ഇതിനെയാണ് നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുക. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്. എന്താ അറിയാം, ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സി, ഈ ലൂപ്പിൻ്റെ കണ്ടീഷൻ കിടക്കുന്നത് ഇവിടെയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിറ്റ് പാർട്ടിലാണ്, അവസാന പാർട്ടിലാണ് ഈ കണ്ടീഷൻ കിടക്കുന്നത്. കണ്ടീഷൻ ബോഡിക്ക് ശേഷമാണ് കിടക്കുന്നത്. ബോഡിക്ക്, ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. അതിന് ശേഷമാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ബോഡി കഴിഞ്ഞിട്ടാണ് ബോഡിൻ്റെ എക്സിറ്റിലാണ് കണ്ടീഷൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നു. ഈ കേസിൽ ഇതാണ് ബോഡി, റിപ്പീറ്റ് ചെയ്യേണ്ട ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതിൻ്റെ തുടക്കത്തിലാണ്, ഇതിൻ്റെ ആദ്യ ഭാഗത്താണ്, ഇതിൻ്റെ എൻട്രി പോയിന്റിലാണ് കണ്ടീഷൻ കിടക്കുന്നത് അല്ലേ. ഈ ബോഡിയുടെ ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതിൻ്റെ തുടക്കത്തിലാണ് കണ്ടീഷൻ കിടക്കുന്നത്. തുടക്കത്തിനെ നമുക്ക് എൻട്രി പോയിൻ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എൻട്രി പോയിൻ്റ്. അതുകൊണ്ട് ഇതിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നു. ഈ കേസിൽ ബോഡിയുടെ അവസാനമാണ് കണ്ടീഷൻ കിടക്കുന്നത്. ഇതാണ് ബോഡി. ബോഡിയുടെ അവസാനമാണ് കണ്ടീഷൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കും? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കും. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആൻഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ ഇതിൽ രണ്ടും ഒരേപോലെയാണ് വർക്ക് ചെയ്യുക. ഒരു എക്സെപ്ഷണൽ കേസിൽ മാത്രം ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് പരിശോധിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് എഴുതാം. എൻട്രി കൺട്രോൾഡ് അല്ലെങ്കിൽ എക്സിറ്റാണ് നമ്മൾ ആദ്യം പഠിച്ചതില്ലേ, അതുകൊണ്ട് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എഴുതാം. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എന്നിട്ട് നോട്ട്സ് ഇങ്ങനെ എഴുതാം. ഇൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് the condition is tested after the body of the loop. ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കാം കേട്ടോ. ആഫ്റ്റർ ദ ബോഡി ഓഫ് ദ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ കേസിൽ ഇൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താ എഴുതിയിരിക്കുന്നത്? ഇൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ദ കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ്. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ആഫ്റ്റർ ദ ബോഡി ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ ബോഡിക്ക് ശേഷമാണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ബോഡിക്ക് ശേഷമായതുകൊണ്ട് ബോഡിയുടെ എക്സിറ്റിലായതുകൊണ്ടാണ് ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ദ കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് ആഫ്റ്റർ ദ ബോഡി ഓഫ് ദ ലൂപ്പ്. ഇനി ഈ സംഭവം ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ അതിൻ്റെ അൽഗോരിതം എഴുതുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? നമുക്ക് സ്റ്റാർട്ട് അല്ലേ, എക്സാമ്പിളാണ് i = 1 സ്റ്റെപ്പ് 3 എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് പറയുന്നു? പ്രിൻ്റ് ബോഡി പറയുന്നു. പ്രിൻ്റ് i ഫോർ i = i + 1. സ്റ്റെപ്പ് 5 നമ്മൾ റിപ്പീറ്റ് പറയുന്നു, കണ്ടീഷൻ പറയുന്നു. റിപ്പീറ്റ് സ്റ്റെപ്സ് 3, 4 while i <= 10. 6 സ്റ്റോപ്പ്. ഇങ്ങനെ പറയുന്നു. ഇനി ഇതേ സംഭവത്തിൻ്റെ ഫ്ലോ ചാർട്ട് കൂടി അങ്ങ് വരച്ചു വെക്കാം. എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ്. നമുക്കൊരു സ്റ്റാർട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യം പറയുന്നത് i = 1 എന്ന് പറയുന്നു. ദെൻ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് i എന്ന് കൊടുക്കുന്നു. ദെൻ വി വിൽ സേ i = i + 1 കൊടുക്കുന്നു. ദെൻ കണ്ടീഷൻ, ഇതാണ് നമ്മൾ കണ്ടീഷൻ ലാസ്റ്റ് വരിക. ബോഡി കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ വരിക. i <= 10 ആണെങ്കിൽ
ട്രൂ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. ട്രൂ ആണെങ്കിൽ നേരെ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. ട്രൂ ആണെങ്കിൽ. ഫാൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കണ്ടീഷൻ എവിടെയാണ് കിടക്കുന്നത്? എക്സിറ്റിലാണ്, അവസാനമാണ്. ബോഡി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്താണ്, എക്സിറ്റ് പോയിന്റിലാണ് കണ്ടീഷൻ കിടക്കുന്നത്. എക്സിറ്റ് പോയിന്റിൽ ഈ കണ്ടീഷൻ കിടക്കുന്നത് എക്സിറ്റ് പോയിന്റിലാണ്, ബോഡിയുടെ എക്സിറ്റ് പോയിന്റ്. അതുകൊണ്ടാണ് ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ എഴുതിയെടുക്കുക കേട്ടോ. ഈ എക്സാമ്പിൾ എഴുതിയെടുക്കുക. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിനുള്ള എക്സാമ്പിളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത സംഭവം എൻട്രി കൺട്രോൾ ലൂപ്പ് നോക്കാം. എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ഇവിടെ ഇൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് the condition is tested at the beginning of the body of the loop. ബോഡിയുടെ തുടക്കത്തിലാണ് എൻട്രി കൺട്രോൾ ലൂപ്പിലെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. കണ്ടീഷൻ എവിടെയാണ് വരുന്നത്? ബോഡിൻ്റെ തുടക്കത്തിൽ. അതുകൊണ്ടാണ് എൻട്രി, ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടീഷൻ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കൊണ്ടാണ് ഇതിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുന്ന അതേ അൽഗോരിതം തന്നെ നേരത്തെ നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് വെച്ച് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പ് വെച്ച്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഐയുടെ വാല്യൂ നമ്മൾ 1 സെറ്റ് ചെയ്യും. മൂന്നാമത്തെ കേസിൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക. റിപ്പീറ്റ് സ്റ്റെപ്സ് 4,5 വൈൽ I less than or equal to 10. I less than or equal to less than or equal to 10. സ്റ്റെപ്പ് 4 നമ്മൾ പറയുന്നത് പ്രിൻ്റ് I. സ്റ്റെപ്പ് 5 പറയുന്നത് I is equal to I plus 1. സ്റ്റെപ്പ് 6 സ്റ്റോപ്പ്. ഈ കേസിൽ നമുക്ക് മനസ്സിലായി എന്താണ് കണ്ടീഷൻ എവിടെയാണ്? കണ്ടീഷൻ കിടക്കുന്നത് ബോഡിയുടെ തുടക്കത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന്. എൻട്രി തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യപ്പെടുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, തുടക്കത്തിൽ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നു അല്ലേ? ഇനി ഈ സംഭവത്തിൻ്റെ ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നോക്കാം. ഫ്ലോ ചാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്താണ്? I is equal to 1. So we have to say here we will say ചതുരം റെക്റ്റാങ്കിളിൽ നമ്മൾ പ്ലേസ് ചെയ്യും I is equal to 1. നെക്സ്റ്റ് എന്താ? കണ്ടീഷനാണ് അല്ലേ? കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കണ്ടീഷൻ കൊടുക്കും. എന്താ കണ്ടീഷൻ? I less than or equal to 10 ആണ്. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രിൻ്റ് I എന്ന് കൊടുക്കും, പ്രിൻ്റ് I എന്ന് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? I is equal to I plus 1. I is equal to I plus 1 എന്ന് കൊടുക്കും. ഇനി ഇതിവിടെയല്ല അവസാനിക്കുക, ഇത് നേരെ ഇങ്ങോട്ട് പോരും. ഓക്കെ, ഇത് ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫാൾസ് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്, ഈ ഭാഗം അല്ലേ? അതിൻ്റെ തുടക്കത്തിലാണ് കണ്ടീഷൻ ഉള്ളത്. കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ടാണ് എങ്ങോട്ട് വരുള്ളൂ? ബോഡിയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്.
ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫാൾസ് ആകുമ്പോൾ, കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അതുകൊണ്ട് ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും നിങ്ങൾ എഴുതിയെടുക്കുക ആദ്യം. സോ ദിസ് ഇസ് ദ ടു തിങ്സ് അബൌട്ട് എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇനി ഇപ്പോൾ രണ്ടും എന്താണെന്ന് മനസ്സിലായി. ഒന്ന് കണ്ടീഷൻ തുടക്കത്തിലായിരിക്കും അല്ലേ, മറ്റ് കണ്ടീഷൻ ലാസ്റ്റ് ആയിരിക്കും, ഇവിടെയായിരിക്കും കണ്ടീഷൻ ഉണ്ടാവുക. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് ഫ്ലോ ചാർട്ട് മാത്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെത് എടുക്കുക ആദ്യം. അത് എങ്ങനെയാണ് വരച്ചിരുന്നത്, ഇങ്ങനെയാണ് അല്ലേ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ ഇത് ഇങ്ങനെയാണ്. സ്റ്റാർട്ട് ചെയ്യും ദെൻ i is equal to 1 കൊടുത്തു അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് i കൊടുത്തു, പ്രിൻ്റ് i കൊടുത്തു അല്ലേ. എന്നിട്ട് i is equal to i+1 കൊടുത്തു. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുത്തു, i less than or equal to 10 കണ്ടീഷൻ. ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരും, ഫാൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫാൾസ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം കേട്ടോ. ഞാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടുന്ന് എടുക്കുന്നു. ഫാൾസ് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ അല്ലേ. ഇത് എക്സിറ്റ് കൺട്രോൾ. ഇനി എൻട്രി കൺട്രോൾ എടുത്ത് നോക്ക്. എൻട്രി കൺട്രോൾ ലൂപ്പ് നമ്മളെങ്ങനെ വരയ്ക്കാം, സ്റ്റാർട്ട് ചെയ്യും അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യും, i is equal to 1 കൊടുക്കും, ചെറുതാക്കാം. i is equal to 1 കൊടുത്തു. ഇതിനകത്ത് എൻട്രിയാണ്, തുടക്കത്തിൽ തന്നെ കണ്ടീഷൻ ആയിരിക്കും ഇവിടെ. i less than or equal to 10 അല്ലേ, i less than or equal to 10. ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ i പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് i എന്ന് പറയും. i ഒന്ന് കൂട്ടി കൊടുക്കും, i is equal to i+1 അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. ഇത് ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇത് രണ്ടിൻ്റെയും വർക്കിംഗ് ഒന്ന് നോക്കുക നമ്മൾ എങ്ങനെയാണ്. ഐയുടെ വാല്യൂ തുടക്കത്തിൽ എത്രയായി, 1 ആയി. എന്ത് ചെയ്തു, i പ്രിൻ്റ് ചെയ്തു, 1 പ്രിൻ്റ് ചെയ്തു. i is equal to i+1, i 2 ആയി അല്ലേ. ഒരു മിനിറ്റ്, i 2 ആയി അല്ലേ. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ബോഡിക്ക് ശേഷം i 10 കുറവാണോ, ആണ്. ഐയുടെ വാല്യൂ 2 ആണ്, ട്രൂ ആണ്. നേരെ ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യും, i പ്രിൻ്റ് ചെയ്യും, 2 പ്രിൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാവും, ഐയുടെ വാല്യൂ 3 ആവും. കണ്ടീഷൻ ട്രൂ ആണ്, വീണ്ടും ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യും, 3 പ്രിൻ്റ് ചെയ്യും അല്ലേ. ഐയുടെ വാല്യൂ 4 ആവും. കണ്ടീഷൻ ട്രൂ ആണ്, ഇങ്ങോട്ട് വരും, 4 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഇത് എത്ര വരെ പ്രിൻ്റ് ചെയ്യും, 10 പ്രിൻ്റ് ചെയ്യും അല്ലേ. 10 പ്രിൻ്റ് ചെയ്യും, ഇവിടെ വരും, 10 പ്രിൻ്റ് ചെയ്തു. ഐയുടെ വാല്യൂ 11 ആയി. ഈ കണ്ടീഷൻ i less than or equal to 10 എന്നുള്ള ഫാൾസ് ആയി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യും, ശരിയല്ലേ. 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യും. അതാണ് ഈ അൽഗോരിതം ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഈ അൽഗോരിതം എന്താ ചെയ്യുക നോക്ക്. ഇതും തുടക്കത്തിൽ ഐയുടെ വാല്യൂ 1 ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ്, 1 10നേക്കാൾ i less than or equal to 10. ഐയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് വരും. എന്ത് പ്രിൻ്റ് ചെയ്യും, i പ്രിൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്, 1 പ്രിൻ്റ് ചെയ്യും അല്ലേ. i is equal to i+1, i 2 ആയി. നേരെ ഇങ്ങോട്ട് പോകുന്നു, നേരെ ഇതുവഴി ഇങ്ങോട്ട് പോകുന്നു. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് 2 10നേക്കാൾ കുറവാണോ, ട്രൂ ആണ്. ഇങ്ങോട്ട് വരും, i പ്രിൻ്റ് ചെയ്യും. അപ്പോൾ 2 പ്രിൻ്റ് ചെയ്യും അല്ലേ. പിന്നെ ഇങ്ങോട്ട് പോരും, i = i+1, i 3 ആവും. ഇങ്ങോട്ട് വരുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു,
3 10നേക്കാൾ കുറവാണോ ട്രൂ ആണ്. എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് വരും, ഐ പ്രിൻ്റ് ചെയ്യും. 3 പ്രിൻ്റ് ചെയ്യും, ഐയുടെ വാല്യൂ എത്രയാവും? 4 ആവും. വീണ്ടും ഇങ്ങോട്ട് വരും, ഈ കണ്ടീഷൻ ട്രൂ ആണ്. 4 10നേക്കാൾ കുറവാണ്, എന്ത് പ്രിൻ്റ് ചെയ്യും? 4 പ്രിൻ്റ് ചെയ്യും, 5 ആവും അല്ലേ. ഇത് റിപ്പീറ്റ് ചെയ്യും, 5 പ്രിൻ്റ്, കണ്ടീഷൻ ട്രൂ ആണ്, 5 പ്രിൻ്റ് ചെയ്യും, 6 ആവും. കണ്ടീഷൻ ട്രൂ ആണ്, 6 പ്രിൻ്റ് ചെയ്യും, 7 ആവും. 7 പ്രിൻ്റ് ചെയ്യും, 8 ആവും. 8 പ്രിൻ്റ് ചെയ്യും, 9 ആവും. 9 പ്രിൻ്റ് ചെയ്യും, 10 ആവും. 10 പ്രിൻ്റ് ചെയ്യും, 11 ആവും. ഈ കണ്ടീഷൻ ഫാൾസ് ആവും. ഈ കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് എന്ത് തന്നെയാണ്? ഇവിടെ സംഭവിക്കുന്നത് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ 2 അൽഗോരിതം ചെയ്യുന്നത് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ കേസിൽ എന്താ വ്യത്യാസം? ഇതിൻ്റെ കേസിൽ കണ്ടീഷൻ അവസാനമാണ്, ഇതിൻ്റെ കേസിൽ കണ്ടീഷൻ തുടക്കത്തിലാണ്. ഈ ഒരു വ്യത്യാസമുള്ളൂ. രണ്ടിൻ്റെയും ഫങ്ഷനാലിറ്റി ഒന്ന് തന്നെയാണ്. അവർ ചോദ്യം ഉണ്ടാകും, എന്തിനാ അപ്പോൾ ഇങ്ങനെ 2 എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ അതിനൊരു ആൻസറും കൂടെ പറയണം നമ്മൾ. പിന്നെ ഇതിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ അൽഗോരിതമാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ വാല്യൂ തുടക്കത്തിൽ 100 ആണെന്ന് വിചാരിക്കുക. 100 ഒന്നിന് പകരം നമ്മളിവിടെ 100 എന്നിട്ടെന്ന് വിചാരിക്കുക. ഇവിടെയും നമ്മൾ 1 പകരം 100 എന്ന് കൊടുത്ത്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിൽ ചെറിയൊരു വ്യത്യാസം കാണാം. നോക്കിക്കോട്ടോ, അയാളുടെ വാല്യൂ 1 ആണ്, അല്ല 100 ആണ് കേട്ടോ. 100 നേരെ ഇങ്ങോട്ട് വന്ന് എന്ത് പ്രിൻ്റ് ചെയ്തു? 100 പ്രിൻ്റ് ചെയ്തു. ഐ പ്രിൻ്റ് ചെയ്തു, 100 പ്രിൻ്റ് ചെയ്തു. എത്രയായി? അയാളുടെ വാല്യൂ എത്രയായി? i+1 101 ആയി. 101 ആകുമ്പോൾ ഈ കണ്ടീഷൻ എന്തായി? ഈ കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അയാളുടെ വാല്യൂ 101 ആണ്. ഈ കണ്ടീഷൻ ഫാൾസ് ആവും, ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 100 ആയപ്പം 100 പ്രിൻ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഐയുടെ വാല്യൂ 100 ആണെങ്കിൽ ഈ അൽഗോരിതത്തിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഐയുടെ വാല്യൂ 100 ആണ്. ആദ്യം തന്നെ ചെയ്യണം എന്താണ്? ഐ പ്രിൻ്റ് ചെയ്യാനാണ് പറയുന്നത്. ഐയുടെ വാല്യൂ എത്രയാണ്? 100 ആണ്. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്തു? 100 പ്രിൻ്റ് ചെയ്തു കേട്ടോ. ഓൾറെഡി 100 പ്രിൻ്റ് ചെയ്തു. പിന്നെ എന്താ? അതിന് ശേഷം ഇങ്ങോട്ട് വന്നു, ഐ ഈക്വൽ i+1 101 ആയി. ഐയുടെ വാല്യൂ 101 ആയി. ഇവിടെ വരുമ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ എന്ന് പറഞ്ഞാൽ 101, അത് 10നേക്കാൾ കുറവാണോ? അല്ല, ഫാൾസ് ആണ്. എന്ത് ചെയ്ത്? സ്റ്റോപ്പ് ചെയ്ത്. ഒരു പ്രാവശ്യം ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തു. എത്രയാണ് പ്രിൻ്റ് ചെയ്തത്? 100 പ്രിൻ്റ് ചെയ്തു. പിന്നെ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കണേ? ഐയുടെ വാല്യൂ എത്രയാണ്? 100 ആണ്. ഇവിടെ 100 കൊടുത്തെന്ന് വിചാരിക്കുക. കണ്ടീഷൻ തുടക്കത്തിൽ എന്താ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐയുടെ വാല്യൂ എത്രയാണ്? 101. 101 10നേക്കാൾ കുറവാണോ? അല്ല, ഫാൾസ് ആണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരും, സ്റ്റോപ്പ് ചെയ്യും. എന്തെങ്കിലും പ്രിൻ്റ് ചെയ്തോ? ഒന്നും പ്രിൻ്റ് ചെയ്തില്ല. പക്ഷേ ഈ കേസിൽ എന്ത് പ്രിൻ്റ് ചെയ്തു? 100 എന്ന് പ്രിൻ്റ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്യണത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്നും പ്രിൻ്റ് ചെയ്തു. തുടക്കത്തിൽ തന്നെ കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ഒരു പ്രാവശ്യം ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇത് പ്രിൻ്റ് ചെയ്തു, കാരണം ഒരു പ്രാവശ്യം 100 പ്രിൻ്റ് ചെയ്തു, ഒരു പ്രാവശ്യം ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ തുടക്കത്തിൽ തന്നെ ബോഡി എക്സിക്യൂട്ട് ചെയ്തതേ ഇല്ല, ഈ ഭാഗം എക്സിക്യൂട്ട് ചെയ്തതേ ഇല്ല. പക്ഷേ ഇവിടെ ഈ കേസിൽ ഈ ഭാഗം ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്ത് 100 പ്രിൻ്റ് ചെയ്തു അല്ലേ. പക്ഷേ ഈ കേസിൽ എന്ത് ചെയ്തില്ല? തുടക്കത്തിൽ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യണോണ്ട് ആദ്യം തന്നെ കണ്ടീഷൻ ഫാൾസാണ്. പിന്നെ ബോഡിയിലേക്ക് വന്നോ? ഇല്ല, ബോഡിയിലേക്ക് വന്നില്ല, ഇങ്ങോട്ട് വന്നില്ല. നേരെ എങ്ങോട്ട് പോയി? സ്റ്റോപ്പിലേക്ക് പോയി. സോ ഈ ഒരു വ്യത്യാസം മാത്രമാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ളത്. എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, എൻട്രി കൺട്രോൾ ലൂപ്പ് തമ്മിലുള്ള വ്യത്യാസം? എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ഈ കേസിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിലും ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എങ്ങോട്ട് വരികയുള്ളൂ? കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ എൻട്രി കൺട്രോൾ ലൂപ്പിൽ ബോഡി ആദ്യം തന്നെ കണ്ടീഷനാണുള്ളത്. അതുകൊണ്ട് കണ്ടീഷൻ ഫാൾസ് ആയാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യും. ബോഡി ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ ഒരു വ്യത്യാസം മാത്രമാണുള്ളത് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ബോഡി ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അതായത്
എൻട്രി കൺട്രോൾ ലൂപ്പിൽ ബോഡി ഒരു പ്രാവശ്യം എന്തായാലും ഈ ഭാഗം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. എന്നിട്ടാണ് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ബോഡി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ എൻട്രി കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ ഇവിടുന്ന് തന്നെ കണ്ടീഷൻ ഫാൾസ് ആവും. നേരെ സ്റ്റോപ്പ് ചെയ്യും. ഈ ബോഡിയിലേക്ക് വരികയേ ഇല്ല, ഇങ്ങോട്ട് വരികയില്ല. നേരെ എങ്ങോട്ട് പോകും, സ്റ്റോപ്പിലേക്ക് പോകും. ഈ ഒരു വ്യത്യാസം മാത്രമാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്ത് മനസ്സിലായി? 2 ടൈപ്പ് ലൂപ്പ് അല്ലെങ്കിൽ 2 ടൈപ്പ് റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പ്, ഒന്ന് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും ബോഡി എക്സിക്യൂട്ട് ചെയ്യും കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ. എൻട്രി കൺട്രോൾ ലൂപ്പിലാണെങ്കിൽ കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ ഒന്നും ബോഡി തീരെ എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കേസ് എപ്പോഴാണ് വരിക? കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ. കണ്ടീഷൻ തുടക്കത്തിലേ ട്രൂ ആണെങ്കിൽ ഇത് തമ്മിലൊരു വ്യത്യാസവും ഇല്ല. കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യാസം ഒരു ടേബിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ടേബിൾ. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഈ ടേബിൾ ഇതുപോലെ വരച്ച് വെക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പലപ്പോഴും എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. എൻട്രി കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ബോഡി. ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഇത് എൻട്രിയാണ് കേട്ടോ, എൻട്രി കൺട്രോൾ. ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇതാണ് ബോഡി നമ്മുടെ. ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും എൻട്രി കൺട്രോൾ ലൂപ്പിൽ. പക്ഷേ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിലോ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ബോഡി. ബോഡി എക്സിക്യൂട്ട് ചെയ്ത ശേഷം എന്ത് ചെക്ക് ചെയ്യുള്ളൂ? കണ്ടീഷൻ ചെക്ക് ചെയ്യുകയുള്ളൂ. അതാണ് ആദ്യത്തെ വ്യത്യാസം. എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ കേസിൽ ബോഡി മേ നെവർ ബി എക്സിക്യൂട്ടഡ്. ചില കേസിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. എപ്പോൾ? കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ ബോഡി തീരെ എക്സിക്യൂട്ട് ചെയ്യില്ല എൻട്രി കൺട്രോൾ ലൂപ്പിൽ. കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിൽ ബോഡി തീരെ എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിലോ കണ്ടീഷൻ അവസാനമാണ്. അതുകൊണ്ട് ബോഡി വിൽ ഷുവർലി ബി എക്സിക്യൂട്ട് അറ്റ് ലീസ്റ്റ് വൺസ്. കണ്ടീഷൻ തുടക്കത്തിലേ ഫാൾസ് ആണെങ്കിലും ബോഡി ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവുകയുള്ളൂ. പിന്നെ പറയുന്ന 3, സ്യൂട്ടബിൾ വെൻ സ്കിപ്പിംഗ് ഓഫ് ദ ബോഡി ഫ്രം ബീങ് എക്സിക്യൂട്ടഡ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് ബോഡി തീരെ എക്സിക്യൂട്ട് ചെയ്യണ്ട എന്നുള്ള കേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എൻട്രി കൺട്രോൾ ലൂപ്പ് യൂസ് ചെയ്യാം. സാധാരണഗതി സ്യൂട്ടബിൾ വെൻ നോർമൽ എക്സിക്യൂഷൻ ഓഫ് ബോഡി ഈസ് ടു ബി എൻഷുർഡ്. ഈ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ആദ്യത്തെ 2 പോയിൻ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. ഈ 2 പോയിൻ്റ് ഓർത്താൽ മതി. എന്താ ഈ 2 പോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ തുടക്കത്തിലേ ചെക്ക് ചെയ്യും. അതുകൊണ്ട് ചില സമയത്ത് ബോഡി എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ അവസാനം ചെക്ക് ചെയ്യുള്ളൂ, ബോഡിക്ക് ശേഷം ചെക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ബോഡി എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ഈ 2 പോയിൻ്റാണ്. മൂന്നാമത്തെ പോയിൻ്റ് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വരച്ച അൽഗോരിതവും ഫ്ലോ ചാർട്ടും മനസ്സിലാക്കുക. സോ ഇതാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും നമ്മൾ വ്യത്യാസം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവും. നോക്കിയോ, ഈ കാണുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. കാരണം കണ്ടീഷൻ ലാസ്റ്റാണ്. അതുകൊണ്ട് എക്സിറ്റിലാണ് കണ്ടീഷൻ ഉള്ളത്, എക്സിറ്റിൽ. അതുകൊണ്ട് ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ബോഡി കണ്ടീഷന് മുമ്പാണ്, ബിഫോറാണ്. ഇത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇത് കണ്ടീഷൻ തുടക്കത്തിലാണ്, ബോഡി അതിന് ശേഷമാണ്. സോ ദിസ് ഈസ് എൻട്രി കൺട്രോൾ ലൂപ്പ്. കണ്ടീഷൻ തുടക്കത്തിലാണ്. അതായത് ഇത് ബോഡി എടുക്കുകയാണെങ്കിൽ ബോഡിയുടെ തുടക്കത്തിലാണ് കണ്ടീഷൻ. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഇതാണ് ബോഡി എന്ന് വിചാരിക്കുക. ബോഡിയുടെ അവസാനമാണ് കണ്ടീഷനെങ്കിൽ ദാറ്റ് ഈസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ. സോ ഇത് ചില എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇത് പഠിക്കണം നമ്മൾ, കാരണം C++ൽ ഈ 2 സാധനവും പഠിക്കാനുണ്ട്. ഓക്കെ. ഇനി ബാക്കിയുള്ള പാർട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ഉണ്ട്. എൻട്രി കൺട്രോൾ ലൂപ്പുണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പുണ്ട്.
അത് നമ്മളെ വ്യത്യാസം. അതിൻ്റെ അൽഗോരിതം എങ്ങനെ എഴുതും, അതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ എഴുതും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ തുടക്കത്തിലാണ് ഈ റിപ്പീറ്റ് എന്നുള്ള ഇത് വരിക, അതിന് ശേഷമാണ് ബോഡി വരിക. എൻട്രി കൺട്രോൾ. എക്സിറ്റ് കൺട്രോളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആദ്യം ബോഡി വരും, അതിന് ശേഷമാണ് റിപ്പീറ്റ് കണ്ടീഷൻ ഉണ്ടാവുക എക്സിറ്റ് കൺട്രോളിൽ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് അൽഗോരിതം ഫ്ലോ ചാർട്ട് എന്നുള്ള പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് പ്രോഗ്രാം കോഡിംഗ് എന്നും എന്താണ് ട്രാൻസ്ലേഷൻ, എന്താണ് ഡീബഗിങ് ഒക്കെ എന്ന് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ലാസ്റ്റ് പാർട്ട്. നമുക്ക് 7 സ്റ്റെപ്സ് ഉണ്ടല്ലോ. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ് അല്ലേ, പിന്നെന്താ പഠിച്ചത്, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് 7 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക കേട്ടോ.